നമ്മളിന്ന് വർക്കിന് വേണ്ടി വന്നിരിക്കുന്നത് കോഴിക്കോട് ടൗണിലെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ വർക്കാണ് കേട്ടോ. അതിൻ്റെ ഇൻറ്റീരിയറോ എക്സ്റ്റീരിയറോ ഒക്കെ നമ്മളെ മാർബിസ്റ്റ ഗ്രാനുൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളെ കാറ്റലോഗിലുള്ള 2 കളറുകൾ മിക്സ് ആക്കിയിട്ട് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, വൈറ്റും ഗോൾഡും റെഡും മിക്സ് ആയിട്ടുള്ള കളറാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യും, മിക്സ് ആക്കുന്നുണ്ട്. കാരണം 2 കളേഴ്സ് ആണല്ലോ, അപ്പോൾ അത് നല്ല രീതിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ആവണം. അതിനുശേഷം നമ്മൾ ലിക്വിഡൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത് കേട്ടോ. കണ്ടില്ലേ, വലിയ ഏരിയയാണ്, കൂടുതൽ ഏരിയ ഉണ്ട്. 2000-3000 മുകളിൽ സ്ക്വയർ ഫീറ്റുള്ള ഓഡിറ്റോറിയമാണ്. പിന്നെ ഏകദേശം ഒരു 10 ദിവസമൊക്കെയാണ് ഇവിടെ വർക്ക് എടുത്തത് കംപ്ലീറ്റ് ആവാൻ. ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ അടിപൊളി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുട്ടിയുടെ എമൗണ്ടൊക്കെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. മറ്റേതൊരു പുട്ടിയൊക്കെ ഇട്ട് ഇത് തീർക്കുമ്പോൾ ടൈം പോകുന്നത്, ഒരുപാട് ടൈം വേസ്റ്റ് ആവും. മാത്രമല്ല അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, അതുപോലെ അതിൻ്റെ ലൈഫും, പുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ എത്രത്തോളം കുറച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകുന്ന പ്രശ്നം, അല്ലെങ്കിൽ മറ്റേ അടയാളങ്ങളായിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് ഈ മാർക്കറ്റ് പ്രോയുടെ മാർബിസ്റ്റ എന്ന് പറഞ്ഞ ഈ മാർബിൾ ഗ്രാനുൽസ്. നമ്മളെ വർക്കേഴ്സ് തന്നെ ഉണ്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ. അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളവിടെയുള്ള പെയിൻറ്റേഴ്സിനെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ തേപ്പിൻ്റെ പ്ലാസ്റ്ററിങ്ങിൻ്റെ പണി ചെയ്യുന്ന ആളുകളില്ലേ, അവർക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇത് അപ്ലൈ ചെയ്യൽ വളരെ ഈസിയാണ്. ശരിക്കും മറ്റുള്ള ടെക്സ്ചർ വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ കഴിവനുസരിച്ച് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കേണ്ടതാണ്. അത് ഒരേ മെറ്റീരിയൽ തന്നെ പല വീട് ചെയ്യുമ്പോൾ പല ഡിസൈനിലാണ് വരിക. ചിലത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടോളം തന്നെ ഇല്ല. പക്ഷെ നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏതുപോലെയാണോ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ ചെയ്തു വരുമ്പം ആര് ചെയ്താലും, അത്യാവശ്യം ഒരു കൈത്തയക്കൾ ആര് ചെയ്താലും അതേപോലെ തന്നെ ഉണ്ടാവും. കാരണം ഇത് പ്രൊഡക്റ്റിൻ്റെ ഭംഗിയും ആ ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടുക. അല്ലാതെ നമ്മൾ ഓരോരുത്തർ സ്കില്ലനുസരിച്ച് ഡിസൈൻ ചെയ്യുന്നതല്ല. പിന്നെ നമ്മളെ സ്കില്ലനുസരിച്ച് നമുക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്, നമുക്കിതിൽ എന്ത് ചെയ്യുക, ഡിസൈനുകൾ കൊടുക്കുക. അതായത് ടാപ്പ് കൊടുത്തിട്ട് ലൈൻസ്, ക്രോസ് ഡിസൈൻ, അതൊക്കെ നമ്മളെ ഓരോരുത്തരുടെ സ്കില്ല് നമ്മൾ പറയുന്നതിനനുസരിച്ച് നമ്മളെ വർക്കേഴ്സ് ചെയ്തു തരും. നിങ്ങളെ വർക്കേഴ്സിനെ കൊണ്ടൊക്കെ ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് വിട്ടോളൂ കേട്ടോ.